The next chapter we are going to discuss is chapter 5. If all the trees were bread and cheese. ചീസ് എന്താണ്? നമ്മൾ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്ന ചീസ് ഇല്ലേ, അതാണ്. അപ്പം ഇഫ് ഓൾ ദ ട്രീസ് വെയർ ബ്രെഡ് ആൻഡ് ചീസ്, ഇപ്പം എല്ലാ മരങ്ങളും അവരെന്തായിരുന്നു, ഇങ്ങനെ നമ്മുടെ കഴിക്കുന്ന പോലത്തെ ബ്രെഡ് അല്ലെങ്കിൽ ചീസ് ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ചോദിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചൊരു കാര്യമുണ്ട്, കണ്ടീഷണൽ ക്ലോസസ് എന്നും പറഞ്ഞു. ക്ലോസസിൻ്റെ അകത്ത് ക്ലോസസിൻ്റെ ഒരു തരം ക്ലോസ് ആണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പം കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ഇപ്പം നമ്മൾ ഒരു കാര്യം ഇത് ചെയ്യുവാണെങ്കിൽ മാത്രം ഞാനത് ചെയ്യാം എന്ന് പറയുന്ന കണ്ടീഷൻ വെക്കുക. അതാ ക്ലോസസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതാണ്. ഇപ്പം നമ്മളെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മമാർ ചിലപ്പം അല്ലെങ്കിൽ നമ്മൾ അമ്മയും കൊച്ചിനെയൊക്കെ ഉള്ള വീടുകളിൽ ഇപ്പോൾ കൊച്ചിനെ കഴിപ്പിക്കുന്ന ചെറിയ കൊച്ചിനെ പിള്ളേരെയൊക്കെ ഫുഡ് കഴിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മളിപ്പം ഇത് കഴിക്കുവാണെങ്കിൽ നിനക്ക് ഞാൻ TV വെച്ച് തരാം, അല്ലെങ്കിൽ ഇത് കഴിക്കുവാണെങ്കിൽ നീ ഗെയിം കളിച്ചോ. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഗെയിം കളിച്ചോ എന്നൊക്കെ പറയും. ഫോൺ യൂസ് ചെയ്യും, ഇത് കഴിക്കുവാണെങ്കിൽ. അങ്ങനെയാണ് അമ്മമാർ ഓരോ പയറ്റുന്നത്. അപ്പം അത് അമ്മ അവിടെ പറയുന്നത് എന്താണ്? ഒരു കണ്ടീഷൻ വെക്കുവാണ് കൊച്ചിൻ്റെ അടുത്ത്. ഈ ഒരു ഉരുള കഴിക്കുവാണെങ്കിൽ നിന്നെ TV കാണിപ്പിക്കാം. അപ്പം ഇത് കഴിക്കുകയാണെങ്കിൽ ഇത് എന്നുള്ളത്. അപ്പം ഇത് കഴിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് ഇവിടുത്തെ എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. അപ്പം അതിൻ്റെ റിസൾട്ട് കഴിക്കുകയാണെങ്കിൽ നിനക്ക് TV കാണാം. അപ്പം TV കാണാം എന്ന് പറയുന്നതാണ് മെയിൻ കാര്യം. അപ്പം അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ് എന്ന് പറയും. അപ്പം മെയിൻ ക്ലോസ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ അംഗീകരിച്ചേ പാടുള്ളൂ. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമുക്ക് TV കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ഉരുള കഴിച്ചാലേ ആ കൊച്ചിന് പറ്റത്തുള്ളൂ. അപ്പം അമ്മ വെക്കുന്ന കണ്ടീഷനാണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. എ കണ്ടീഷണൽ ക്ലോസ് സ്റ്റേറ്റ് ദ ഡിപ്പെൻഡൻസ് ഓഫ് വൺ സർക്കംസ്റ്റൻസ് ഓർ തിങ് ഓൺ അനദർ. അത് കണ്ടീഷണൽ ക്ലോസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മെനി വേയ്സ്. അപ്പം ഒരു സെൻറ്റൻസിൽ ഈഫ് വരുവാണെങ്കിൽ, അതുപോലെ പ്രൊവൈഡഡ് വരുവാണെങ്കിൽ, പ്രൊവൈഡഡ് ദാറ്റ് വരുവാണെങ്കിൽ, ഷുഡ് വരുവാണെങ്കിൽ, ഓൺ കണ്ടീഷൻ ദാറ്റ് എന്ന് ഡയറക്റ്റ് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ സോ ലോങ് ആസ് എന്ന് പറയുകയാണെങ്കിൽ, അൺലെസ് എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കണ്ടീഷനാണ് വെക്കുന്നത് എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഈ അമ്മയും കുഞ്ഞിൻ്റെയും കാര്യം ഓർത്താൽ മതി. അപ്പം ഈ ഒരു ടൈറ്റിൽ തന്നെ നോക്കിയേ, ഇഫ് ഓൾ ദ ട്രീസ് വെയർ ബ്രെഡ് ആൻഡ് ചീസ് ദെയർ വുഡ് ബി കൺസിഡറബിൾ ഡീഫോറസ്റ്റേഷൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ സെന്റൻസ് ആണത്. ഇപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാ മരങ്ങളും ഒരു ബ്രെഡ് അല്ലെങ്കിൽ കഴിക്കുന്ന വസ്തുവാണെങ്കിൽ, ബ്രെഡ് അല്ലെങ്കിൽ ചീസ് ആയിരുന്നെങ്കിൽ, ബ്രെഡ് അല്ലെങ്കിൽ ബട്ടർ ആയിരുന്നെങ്കിൽ, അവിടെ നമുക്കിവിടെ ഒരിക്കലും വനനശീകരണം അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. അപ്പോഴും അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ മരങ്ങളൊന്നും ബ്രെഡും ചീസും അല്ല, കഴിക്കാൻ കൊള്ളാവുന്ന സാധനം അല്ല എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഡീഫോറസ്റ്റേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു ഇമാജിൻ ചെയ്യുവാണ്, ഇഫ് ഓൾ ദി ട്രീസ് വെയർ ബ്രെഡ് ആൻഡ് ചീസ് ദെയർ വുഡ് ബി കൺസിഡറബിൾ ഡീഫോറസ്റ്റേഷൻ. അപ്പം അവിടെ ഒരു ഇമാജിനേഷനും ഉണ്ട്. ആ ഇമാജിനേഷൻ തെറ്റാണ് എന്നറിയാം. അപ്പം അവിടെ ഒരു കണ്ടീഷൻ ക്ലോസും കൂടെ വരികയാണ്. ഒന്നാമത് അതൊരു ഇമാജിനേഷൻ ഫാക്ടറാണ്, രണ്ടാമത് അതൊരു കണ്ടീഷനും കൂടെ വെക്കുകയാണ്. ഇഫ് ഓൾ ദ ട്രീസ് എല്ലാം ഇതായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ആയിരുന്നെങ്കിൽ അവിടെ ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവത്തില്ല. അപ്പം ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവത്തില്ല എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസും. ഇഫ് ഓൾ ദ ട്രീസ് വെയർ ബ്രെഡ് ആൻഡ് ചീസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ്. അപ്പം നമ്മൾ കുറച്ച് ഈഫ് ക്ലോസ് പഠിക്കാൻ പോവാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈഫ് ക്ലോസ് 4 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഈ ഒരു ചാപ്റ്റേഴ്സിലെല്ലാം ഈ ഓരോ തലക്കെട്ടിനും ഓരോ ഡിവിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, മാക്സിമം ഓർക്കാൻ പറ്റുന്നത് പോലെ തന്നെ. ഇതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈഫ് ക്ലോസ് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 0 കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ എന്താണ്, അല്ലെങ്കിൽ 0 കണ്ടീഷണൽ എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടീഷൻസ് എക്സ്പ്രസിങ് എ ജനറൽ ട്രൂത്ത്. പൊതുവായിട്ടുള്ള ഒരു സത്യത്തെ പറയുന്നത്. നമ്മളിപ്പം കുറച്ച് മുമ്പ് ഇഫ് ഓൾ ദ ട്രീസ് വെയർ ബ്രെഡ് ആൻഡ് ചീസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഇമാജിനേഷൻ, അത് നമുക്കൊരു സത്യമല്ല എന്നറിയാം, അത് സംഭവിക്കാൻ പോകുന്നുമില്ല. അത് വേറൊരു കാറ്റഗറിയിൽ പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മളൊരു ജനറൽ ട്രൂത്ത്, ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ട്രൂത്ത് നമ്മൾ എന്നും കാണുന്നു. ഇപ്പോൾ
സൂര്യൻ ഇവിടെ ഉദിക്കുക, അല്ലെങ്കിൽ സൺ റൈസസ് ഇൻ ദി നോർത്ത് അല്ലെങ്കിൽ സൗത്ത്, അങ്ങനെ ഉള്ളതെല്ലാം നമുക്കറിയാം. കിഴക്കേ ഉദിക്കുള്ളൂ എന്നൊക്കെ ഉള്ളത് അറിയാം. അതിനെയൊക്കെയാണ് നമ്മൾ ജനറൽ ട്രൂത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്നൊക്കെ പറയുന്നത് ജനറൽ ട്രൂത്താണ്. അത് സത്യമായിട്ടുള്ള കാര്യം, അതൊരു ഇമാജിനേഷൻ അല്ല. അങ്ങനത്തെ സത്യമായിട്ടുള്ള ജനറൽ ട്രൂത്ത് വരുന്നതാണ് സീറോ കണ്ടീഷണലിൻ്റെ അകത്ത്. അതിൻ്റെ ഫോർമാറ്റ് ഇതാണ്: ഈഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് പ്ലസ് മെയിൻ ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആവും. ഇപ്പോൾ ഈഫ് ക്ലോസ് ആയിട്ടുള്ള സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അതുപോലെ തന്നെ മെയിൻ ക്ലോസും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ: ഇഫ് യു ഹീറ്റ് ദ ഐസ് ഇറ്റ് മെൽസ്. നമ്മൾ ഐസ് മെൽറ്റ് ചെയ്യുവാണെങ്കിൽ, ഐസ് ചൂടാക്കുവാണെങ്കിൽ അത് മെൽറ്റ് ചെയ്യും, അത് ഉരുകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ജനറൽ ട്രൂത്ത് ആണ്. അപ്പം അതിൻ്റെ ജനറൽ ട്രൂത്ത് അത് സീറോ കണ്ടീഷണൽ ആണ്. ജനറൽ ട്രൂത്തുകൾ സീറോ കണ്ടീഷണലിൻ്റെ അകത്താണ് വരുന്നത്. അതിൻ്റെ ഫോർമാറ്റ് നോക്കിയേ: ഇഫ് യു ഹീറ്റ് ദ ഐസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ മെയിൻ ക്ലോസ് ഇറ്റ് മെൽറ്റ്സ് എന്ന് പറയുന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇഫ് വാട്ടർ റീച്ചസ് 100 degrees ഇറ്റ് ബോയിൽസ്, രണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇഫ് വാട്ടർ റീച്ചസ് 100 degrees ഇറ്റ് ബോയിൽസ്. ഇഫ് യു ഡു നോട്ട് ഈറ്റ് യു ഡൈ. നീ കഴിച്ചില്ലെങ്കിൽ നീ മരിക്കും. അപ്പം അതൊക്കെ ഒരു അറിയാവുന്ന ഒരു കാര്യമാണ്, ജനറൽ ട്രൂത്ത് ആണ്, യൂണിവേഴ്സൽ ട്രൂത്ത് എന്നൊക്കെ പറയും. രണ്ടാമത്തേത് ദ റിയൽ ലൈക്ലി കണ്ടീഷണൽ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കണ്ടീഷണൽ. അപ്പം ഇത് ട്രൂത്തിൽ നിന്ന് മാറി, സത്യത്തിൽ നിന്ന് മാറി, നമുക്കൊരു സാധ്യത, പോസിബിലിറ്റി, ഇഫ് ഇറ്റ് ഈസ് എ റിയൽ ലൈക്ലി കണ്ടീഷൻ, നമുക്ക് ഇത് ചെയ്താൽ ഇന്നതുപോലെ സംഭവിക്കുമെന്നൊരു തോന്നലുണ്ട്, അല്ലെങ്കിൽ ലൈക്ലി കണ്ടീഷണൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഏകദേശ ധാരണയുണ്ട്. അങ്ങനത്തെ സെന്റൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് കണ്ടീഷണലിനകത്ത് വരുന്നത്. സീറോ കണ്ടീഷണലിൻ്റെ അകത്ത് ട്രൂത്ത് ആയിരിക്കും, സത്യമായിരിക്കും. രണ്ടാമത്തേതിന് ഒരു പോസിബിലിറ്റി ആയിരിക്കും. ദർ ഈസ് ഈക്വൽ പോസിബിലിറ്റി ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദി കണ്ടീഷൻ. അതിന്റെ ഫോർമാറ്റ് ഇഫ് ക്ലോസ് പ്രസന്റ് ടെൻസ്, ഇഫ് ക്ലോസ് മെയിൻ ക്ലോസ് അല്ല, സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ടുള്ള ഇഫ് ക്ലോസ് പ്രസന്റ് ടെൻസ് ആയിരിക്കും. മെയിൻ ക്ലോസ് എന്തായിരിക്കും? വിൽ, ഷാൾ ഓർ മേ പ്ലസ് V1 ഫോം എന്നുള്ള പാറ്റേണിലായിരിക്കും വരുന്നത്. ഇവിടെ നോക്കുക: ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നീ നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ നീ വിജയിക്കത്തുള്ളൂ. അപ്പം മെയിൻ ക്ലോസിൽ യു വിൽ പാസ് എന്ന് വന്നു. അത് രണ്ടും V1 ഫോം എന്ന് പറയുന്നത് പാസിന്റെ V1 ഫോം പാസ് തന്നെയാണ്. അതുപോലെ തന്നെ മെയിൻ ക്ലോസിൽ വില്ല് ആണ് അവിടെ വന്നിരിക്കുന്നത്. അടുത്തത് ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം. ഇഫ് ഷീ ഗെറ്റ്സ് എ ലോട്ടറി ഷീ വിൽ ബൈ എ കാർ. അപ്പോൾ അപ്പോഴും ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ല. ഇഫ് ഷീ ഗെറ്റ്സ് എ ലോട്ടറി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത് അല്ല, സീറോ കണ്ടീഷൻ അല്ല എന്ന് പറയാൻ കാരണം ഇതിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് എന്താണ്? ഇഫ് ഷീ ഗെറ്റ്സ് എ ലോട്ടറി, അവൾക്ക് ലോട്ടറി അടിച്ചാൽ, ലോട്ടറി കിട്ടിയാൽ, വിജയിച്ചാൽ മാത്രം അവൾ കാർ മേടിക്കും. അപ്പോഴും അവിടെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ല, അതൊരു സത്യമല്ല, ഒരു പോസിബിലിറ്റിയാണ്. അവൾക്കൊരു സാധ്യതയാണ് അവൾ കാർ മേടിക്കും എന്നുള്ളത്. അതാണ് ഫസ്റ്റ് കണ്ടീഷനിൽ വരുന്നത്. സാധ്യതകളെല്ലാം ഫസ്റ്റ് കണ്ടീഷനിലാണ് വരുന്നത്. മൂന്നാമത്തേത് ദ ലൈക്ലി അൺറിയൽ കണ്ടീഷണൽ ഓർ സെക്കൻഡ് കണ്ടീഷണൽ. The unreal condition will not be fulfilled. അപ്പം നമ്മൾ രണ്ടാമത്തേതിൽ സാധ്യതകളെ പറ്റി പഠിച്ചു. മൂന്നാമത്തേത് എന്ന് വെച്ചാൽ സെക്കൻഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. അത്തരം കാര്യങ്ങളാണ് സെക്കൻഡ് കണ്ടീഷണൽ ആയിട്ടുള്ള അൺറിയൽ കണ്ടീഷണലിൽ വരുന്നത്. അതിന്റെ ഫോർമാറ്റ് നോക്കുക: ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മെയിൻ ക്ലോസിന്റെ കൂടെ വുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ഫോം ആണ് വരിക. അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ക്ലോസ് വെയർ ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോം ആയിരിക്കും വരുന്നത്. V1 ഫോം ആണ് രണ്ടിടത്തും വരുന്നത്. കൂടെ വുഡ്, കുഡ്, മൈറ്റ് വരും. മറ്റിടത്ത് നമ്മൾ വില്ല്, ഷാള്, മേ ആണ് വരുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സീറോ കണ്ടീഷനാണോ, തേർഡ് കണ്ടീഷനാണോ, ഫസ്റ്റ് കണ്ടീഷനാണോ, സെക്കൻഡ് കണ്ടീഷനാണോ. വുഡ്, മൈറ്റ്, വില്ല് ഇത് വെച്ച് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഏതാണ്,
സെക്കൻഡ് കണ്ടീഷനിലാണെന്നുള്ള കാര്യം. അപ്പോൾ ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വുഡ് കം. അപ്പോൾ ആ വുഡ് ഉള്ളത് കൊണ്ട് തന്നെ വുഡ് കുഡ് മൈറ്റ് അത് ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ മതി. അപ്പം നമുക്ക് സെക്കൻഡ് കണ്ടീഷനിലാണെന്ന് പറയാൻ പറ്റും. ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വുഡ് കം. നീ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ. അപ്പോൾ ഇൻവൈറ്റ് ചെയ്തില്ല എന്നുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പൂർണ്ണത അല്ലെങ്കിൽ എന്താണ് അൺറിയൽ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. കൊറോണയാണോ? ഇഫ് ഹി കെയിം ഐ വുഡ് മീറ്റ് ഹിം. അവൻ വന്നാൽ മാത്രമേ ഞാൻ അവനെ പരിചയപ്പെടുത്തുള്ളൂ. ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. അപ്പൊ ഇതിലൊരു സാധ്യതയും ഇല്ലാത്ത കാര്യങ്ങളാണ്. അവൻ വന്നാൽ മാത്രമേ ഞാൻ അവനെ പരിചയപ്പെടുത്തുള്ളൂ. അവൻ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ. മറ്റേതിലൊരു സാധ്യതയുണ്ടായിരുന്നു. ലോട്ടറി അടിക്കുവാണെങ്കിൽ അവൾ ഇത് മേടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. നോക്കിക്കേ, അത് അൺറിയൽ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ ആവാനുള്ള കാരണം എന്താണ്? അൺറിയൽ എന്ന് പറഞ്ഞാൽ റിയൽ അല്ലാത്തത്. കണ്ടോ? അൺറിയൽ കണ്ടീഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അൺലൈക്ലി, സാധ്യതയും ഇല്ല യാഥാർത്ഥ്യവുമല്ല കാര്യങ്ങൾ. ഇപ്പൊ ഇഫ് ഐ വെയർ എ ബേർഡ്, ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ. പക്ഷെ നമ്മൾ ബേർഡ് ആണോ? അല്ല, അതൊരു ഇമാജിനേഷൻ ആണ്. ഇഫ് യു വെർ സ്റ്റോപ്ഡ് സ്മോക്കിംഗ് യുവർ ഹെൽത്ത് വുഡ് ഇംപ്രൂവ്. Clearly indicates that there is no possibility of smoking being stopped. The main clause gives the probable result of the unreal condition. If you stopped smoking, your health would improve. അപ്പോൾ ഇവിടെ പറയുന്നത് അവൻ ഒരിക്കലും സ്മോക്കിങ് നിർത്താൻ സാധ്യതയില്ല. There is no possibility of smoking being stopped. അതുകൊണ്ട് അവൻ്റെ ഹെൽത്തും ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു അൺറിയൽ ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഇമ്പോസിബിൾ കണ്ടീഷണൽ അല്ലെങ്കിൽ തേർഡ് കണ്ടീഷണൽ എന്ന് പറയും. ഹിയർ ദ കണ്ടീഷൻ ഈസ് നോട്ട് ഓൺലി അൺറിയൽ ബട്ട് ഓൾസോ ഇമ്പോസിബിൾ. ഇവിടെ യാഥാർത്ഥ്യവുമല്ല, അതൊരിക്കലും സാധിക്കത്തുമില്ല. ആ കാര്യം ഒരിക്കലും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഷോസ് എ കണ്ടീഷൻ ഇമ്പോസിബിൾ ടു ഫുൾഫിൽ, ടു സ്പെക്യുലേറ്റ് അബൌട്ട് ദി പാസ്റ്റ്, എക്സ്പ്രസിങ് റിഗ്രറ്റ്, ക്രിറ്റിസിസം, റിപ്പൻഡൻസ് എക്സെട്ര. അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നമ്മുടെ പൂർവ്വകാലം, റിഗ്രറ്റ്, നമുക്ക് എന്തെങ്കിലും പശ്ചാത്താപം അല്ലെങ്കിൽ നമുക്ക് വിമർശനം നേരിടേണ്ടി വന്ന പഴയ കാലത്തെ കുറിച്ചൊക്കെ പറയുന്നതിനാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഫ് ക്ലോസ് ആയിട്ടുള്ള സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഹാർഡ് വരാൻ സാധ്യതയുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാർഡ് വരും നമ്മൾ പഠിച്ചായിരുന്നു പണ്ട് ടെൻസിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ മെയിൻ ക്ലോസ് വുഡ് ഹാവ്, കുഡ് ഹാവ്, would have, could have, should have, might have പ്ലസ് V3 ഫോമാണ് വരിക. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു കുഡ് ഹാവ്, വുഡ് ഹാവ് അതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് തേർഡ് കണ്ടീഷണലാണ്. V3 ഫോം ഒക്കെ പഠിക്കാൻ പറ്റാത്തവര് ഒന്നുമില്ലെങ്കിൽ അതിലെങ്കിലും നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കണം. ഇപ്പൊ ബില്ല് വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം അത് ഫസ്റ്റ് കണ്ടീഷണലാണെന്നുള്ള കാര്യവും. ഇപ്പൊ സെക്കൻഡ് കണ്ടീഷനിലാണെങ്കിൽ അവിടെ കുഡ്, വുഡ് വരും. ഇവിടെ കുഡ് ഹാവ് വന്നു, ഹാവ് വന്നെങ്കിൽ അത് തേർഡ് കണ്ടീഷനിലാണ്. അതുപോലെ തന്നെ സബോർഡിനേറ്റിൽ അവിടെ ഹാർഡ് വന്നെങ്കിൽ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഈ ഒരു ഇത് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എക്സാമ്പിൾ നോക്കിയേ. ഇഫ് ഹി ഹാഡ് കം ഐ വുഡ് ഹാവ് മെറ്റ് ഹിം. അവൻ ഒരുപക്ഷെ വന്നിരുന്നുവെങ്കിൽ ഞാൻ അവനെ കാണുമായിരുന്നു. അപ്പൊ അവൻ വന്നിട്ടില്ല. അപ്പൊ അതൊരു ഇമ്പോസിബിൾ കാര്യമാണ്, അൺറിയൽ ആണ്. ഇഫ് വി ഹാഡ് നെവർ മെറ്റ് വി വുഡ് നോട്ട് ഹാവ് ബീൻ ബ്രോക്കൺ ഹാർട്ടഡ്. നമ്മൾ ഇതുവരെ നമ്മൾ പരിചയപ്പെടാത്തവരായിരുന്നെങ്കിൽ എൻ്റെ ഹൃദയം ഇത് മാത്രം വേദനിക്കത്തില്ലായിരുന്നു. അപ്പൊ ഇഫ് വി ഹാഡ് നെവർ മെറ്റ്, നമ്മൾ ഒരിക്കലും കണ്ടില്ലായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്. അല്ലായിരുന്നെങ്കിൽ എൻ്റെ ഹൃദയം ഇത് മാത്രമേ ബ്രോക്കൺ ആവില്ലായിരുന്നു, ബ്രോക്കൺ ഹാർട്ടഡ് ആവില്ലായിരുന്നു. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം. നീ എന്നെ വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ വന്നാനെ. അപ്പൊ വിളിച്ചിട്ടില്ല എന്നുള്ളത് അർത്ഥം. അപ്പൊ ഇവിടെ ഒരു ഹാഡ് വന്നു, അപ്പൊ തന്നെ അതൊരു പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്ക്, ഇഫ് ഹി കെയിം ഐ വുഡ് മീറ്റ് ഹിം. ഇഫ് അവൻ വന്നിരുന്നുവെങ്കിൽ ഞാൻ അവനെ കാണുമായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് സെക്കൻഡ് കണ്ടീഷനിലാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ഹാർഡ് വന്നു, അപ്പൊ അത് തേർഡ് കണ്ടീഷനിലാണ് വരുന്നത്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു വുഡ് ഹാവ് പാസ്ഡ്. നീ നന്നായിട്ട് ജോലി ചെയ്യുമായിരുന്നെങ്കിൽ നീ വിജയിക്കുമായിരുന്നു. പക്ഷെ നീ ജോലി ചെയ്തില്ല. ബട്ട് യു ഡിഡ്ന്റ് വർക്ക് ഹാർഡ്. നീ ശരിക്കും അല്ല ജോലി ചെയ്തത്. അപ്പൊ രണ്ടും ഇമ്പോസിബിൾ ആണ്, രണ്ടും നടന്നില്ല. അല്ലെങ്കിൽ
രണ്ടും അൺറിയൽ ആണ്, അല്ലെങ്കിൽ രണ്ടും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈഫ് ക്ലോസ് മാറ്റി വെക്കുവാണെങ്കിൽ അടുത്തതാണ്, രണ്ടാമത്തേതാണ് അൺലെസ് എന്ന് പറയുന്ന ഒരു പദം. എവിടെ പോയി? അൺലെസ്. അതിൻ്റെ യൂസേജ് നമുക്ക് നോക്കാം. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ച് കൂടെ മനസ്സിലാവും. അൺലെസ് വരുന്നത് എവിടെയൊക്കെയാണ്? അൺലെസ് യു പാസ് ദി ടെസ്റ്റ് യു വിൽ നോട്ട് പ്രൊമോട്ട് യു വിൽ നോട്ട് പ്രൊമോട്ട്. നീ ഈ ടെസ്റ്റ് ജയിക്കാതെ, ഈ ഒരു പരീക്ഷ ജയിക്കാതെ നിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യത്തില്ല. അൺലെസ് പീപ്പിൾ ഈറ്റ് വെൽ ആൻഡ് ഡു എക്സസൈസസ് ദേ വോണ്ട് ഗ്രോ ഹെൽത്തി. നീ കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതെയോ അല്ലെങ്കിൽ എക്സസൈസസ് ചെയ്യാതെയോ ഇരിക്കുന്ന പക്ഷം നീ ഒരിക്കലും ഹെൽത്തി ആവത്തില്ല. അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. അപ്പൊ അവിടെയും നമുക്ക് നെഗറ്റീവ് കണ്ടീഷനിലാണ് വരുന്നത്. ഇഫ് കണ്ടീഷൻ പോലെയല്ല, നെഗറ്റീവ് ആയിരിക്കും. അൺലെസ് എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവാണ്. അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. നീ വർക്ക് ചെയ്യാത്തിടത്തോളം കാലം നീ തോറ്റുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ ഈഫ് വരുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ അല്ലല്ലോ, യു വിൽ പാസ് അല്ലേ വരുന്നത്. അപ്പം അൺലെസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇഫ് യു വർക്ക് ഹാർഡ്, നീ ഈഫ് വരുവാണെങ്കിൽ നീ നന്നായിട്ട് പരിശ്രമിക്കുമായിരുന്നെങ്കിൽ യു വിൽ ഫെയിൽ വരത്തില്ല, യു വിൽ പാസ് ആണ് വരത്തുള്ളൂ. അപ്പം ഒരു സെന്റൻസ് ഫുള്ള് നെഗറ്റീവ് ആക്കാൻ അൺലെസ്സിനെ കൊണ്ട് സാധിക്കും. അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. അൺലെസ് യു ഡ്രൈവ് കെയർഫുള്ളി യു വിൽ മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. നീ ഡ്രൈവിങ് ശ്രദ്ധിക്കാത്തിടത്തോളം കാലം നീ എപ്പോഴും ആക്സിഡന്റ് അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതാണ് അൺലെസ്സിൻ്റെ, അതൊരു നെഗറ്റീവ് ഫോമാണ്. കണ്ടീഷണൽ ക്ലോസിൻ്റെ ഒരു നെഗറ്റീവ് ഫോമാണ്. ഈഫ് പോലെയല്ല. ഈഫ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവാണ്, അതിലൊരു സാധ്യതയുണ്ട്, ഇമാജിനേഷൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അൺലെസ്സിൽ ഫുൾ നെഗറ്റീവാണ്. അൺലെസ് യു പാസ് ദ ടെസ്റ്റ് യു വിൽ നോട്ട് പ്രൊമോട്ട്. അതിൻ്റെ അർത്ഥം എന്ന് തന്നെ നീ പാസ്സാകാത്തിടത്തോളം കാലം നീ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് തന്നെ നെഗറ്റീവായി. അൺലെസ് യു പാസ് ദ ടെസ്റ്റ് എന്ന് പറയുന്നതിന് നീ ജയിക്കാത്തിടത്തോളം കാലം, അങ്ങനെ ഒരു നെഗറ്റീവ് മീനിങ് ആണ് അൺലെസ്സിനെ കൊണ്ട് നമുക്ക് ഉപകരിക്കാൻ പറ്റും. ഇൻ കേസിന് വരുന്നത് എന്താണ്? ഇൻ കേസ് വി യൂസ് ഇൻ കേസ് ടു ടോക്ക് അബൌട്ട് പ്രിക്വേഷൻസ് നോട്ട് കണ്ടീഷൻസ്. ഇഫ് ഇറ്റ് റിക്വേഴ്സ് ടു സംതിങ് വി ഡു ഇൻ അഡ്വാൻസ് ഇഫ് ദർ ഈസ് എ പ്രോബ്ലം ലേറ്റർ. അപ്പം നമ്മൾ ഇൻ കേസ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് രണ്ടാമതൊരു വഴി കാണുകയാണ്, ഒരു പ്രിക്വേഷൻ എടുക്കുകയാണ്, ഒരു ജാഗ്രത എടുക്കുകയാണ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് നോക്കി, ഐ ടുക്ക് ദ കീസ് ഇൻ കേസ് ഐ കെയിം ഹിയർ ലേറ്റ്. ഞാൻ താക്കോൽ എടുത്തായിരുന്നു അഥവാ ഞാനിനി വരാൻ ലേറ്റ് ആയാൽ കൂടെ ഞാൻ താക്കോൽ എടുത്തായിരുന്നു എന്ന് പറയാണ്. ഐ വിൽ കോൾ യു അഗെയിൻ ഇൻ കേസ് യു ഫോർഗെറ്റ്. ഞാൻ പിന്നെയും വിളിക്കാം, ചിലപ്പോൾ നീ മറന്നു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മറന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെയും നിന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കാം എന്ന് പറയാം. ഐ ടുക്ക് ദ കീസ് ഇൻ കേസ് ഐ കെയിം ഹിയർ ലേറ്റ്. ഞാനിവിടെ ലേറ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ കീയും കൂടെ എടുത്തുകൊണ്ട് പോകാം. നമ്മളിപ്പം വീട്ടിലേക്ക് തിരിച്ചു കയറി രാത്രി സ്കൂൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു കയറുമ്പോൾ കീ ഞാൻ എടുത്തേക്കുവാ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ലേറ്റായിട്ടേ വരാൻ സാധ്യതയുള്ളൂ എന്ന് പറയാണ്. ഐ ഇൻഷുർഡ് മൈ കാർ ഇൻ കേസ് ദർ വാസ് സം ആക്സിഡന്റ്. അപ്പം ഇവിടെ നമ്മൾ ഒരു പ്രിക്വേഷൻ ആണ് എടുക്കുന്നത്, ഒരു ജാഗ്രത, അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ ഒരു സാധ്യതയുണ്ട് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾക്ക് മുമ്പിൽ. അപ്പം ഒരു കണ്ടീഷൻ അല്ല ഇവിടെ ഈ ഒരു സെന്റൻസുകളിൽ ഇൻ കേസ് വരുന്നിടത്തൊന്നും. നമുക്കൊരു പ്രിക്വേഷൻ എടുക്കുകയാണ്. നമ്മൾ കീ എടുത്തത് കാരണം എന്നാണ്, ലേറ്റ് ആയിട്ട് വരുവാണെങ്കിൽ കീ എനിക്ക് എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ അവൻ മറന്നു പോവുകയാണെങ്കിൽ, ഇത് ചെയ്യാൻ മറന്നു പോവുകയാണെങ്കിൽ ഞാൻ അവനെ വിളിച്ച് ഓർപ്പിക്കാം എന്നൊക്കെ പറയുന്നതിൽ ഒരു പ്രിക്വേഷൻ എടുക്കുകയാണ്, ഒരു ജാഗ്രത അല്ലെങ്കിൽ ഒരു മുൻകരുതൽ. അത് തന്നെ മുൻകരുതൽ എടുക്കുന്ന ഒരു വേർഡാണ് ഇൻ കേസ് എന്ന് പറയുന്നത്. ഐ ഇൻഷുർഡ് മൈ കാർ ഇൻ കേസ് ദർ വാസ് സം ആക്സിഡന്റ്. മുൻകരുതൽ എന്നുള്ളൊരു വാക്ക് കിട്ടാനാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഐ ഇൻഷുർഡ് മൈ കാർ, ഞാൻ എൻ്റെ കാറിന് ഇൻഷുറൻസ് എടുത്തു. കാരണം എന്താണ്, ചിലപ്പം ഞാനൊരു
ആക്സിഡൻറ്റിൽ പെട്ടാൽ തന്നെ ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇൻ കേസ് ദർ വാസ് സം ആക്സിഡൻറ്റ്, ഐ ടേക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ്. ഞാനൊരു കുട കരുതിയിട്ടുണ്ട്, ചിലപ്പോൾ മഴ പെയ്താലോ. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് പ്ലസ് ഇൻ കേസ് പ്ലസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും, കാരണം ഇൻ കേസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്താൽ മതി. ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ, ഇൻ കേസ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പാസ്റ്റ് ആണോ, സിമ്പിൾ പ്രസൻ്റ് ആണോ? സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പം നോക്കട്ടെ. ഐ വിൽ കോൾ യു അഗെയിൻ ഇൻ കേസ് യു ഫോർഗെറ്റ്. അപ്പം അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് പ്ലസ് ഇൻ കേസ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്, അതുപോലെ തന്നെ സിമ്പിൾ ഫ്യൂച്ചർ പ്ലസ് ഇൻ കേസ് യു ഫോർഗെറ്റ്. സിമ്പിൾ പ്രസൻറ്റ് തന്നെ. സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ, പാസ്റ്റ് ടെൻസിലാണ് ആ സെൻറ്റൻസ് എങ്കിൽ സിമ്പിൾ പാസ്റ്റ് ഇൻ കേസ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണ് വരിക. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഇൻ കേസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ. അടുത്തത് പ്രൊവൈഡഡ് ദാറ്റ്. ഈ ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. ചിലപ്പോൾ നിങ്ങളോട് കണ്ടീഷണൽ ക്ലോസ് എന്താണെന്ന് ചോദിക്കും, ഏതൊക്കെ കണ്ടീഷണൽ ക്ലോസുകളുണ്ട് എന്ന് ചോദിക്കും. അപ്പം ഈഫ് എഴുതുക ആദ്യം. ഈഫ് 3 തരത്തിലുണ്ട്: 0, 1, 2, 3. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. 0 കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ. പിന്നെ ഈഫ് കഴിഞ്ഞ് നമ്മൾ ഏതാണ് നോക്കിയത്? അൺലെസ് നോക്കി. അൺലെസ് എന്ന് പറയുന്നതിൽ ഫുൾ നെഗറ്റീവ് ആക്കാൻ കഴിവുള്ള ഒരു വേർഡാണ്, ഒരു സെൻറ്റൻസ് ഫുള്ള്. അതുപോലെ തന്നെ ഇൻ കേസ് നോക്കി. പ്രൊവൈഡഡ്, അടുത്തത് പ്രൊവൈഡഡ്. യു ക്യാൻ സ്റ്റേ വിത്ത് മീ പ്രൊവൈഡഡ് യു പ്രോമിസ് ടു ബിഹേവ് പ്രോപ്പർലി. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? യു ക്യാൻ സ്റ്റേ വിത്ത് മീ പ്രൊവൈഡഡ് യു പ്രോമിസ് ടു ബിഹേവ് പ്രോപ്പർലി. നിനക്ക് എൻ്റെ കൂടെ താമസിക്കാം, അപ്പം നീ എനിക്കൊരു പ്രോമിസ് തരണം, നീ എന്നോട് മര്യാദയ്ക്ക് പെരുമാറുള്ളൂ എന്നുള്ളൊരു പ്രോമിസ് തന്നാൽ മാത്രം നിനക്ക് എൻ്റെ കൂടെ താമസിക്കാം. ഐ ഷാൽ ബി സെലക്റ്റഡ് ഫോർ ഒളിമ്പിക്സ് പ്രൊവൈഡഡ് ഐ വിൻ ദിസ് റേസ്. ഞാൻ ഒളിമ്പിക്സിൽ സെലക്ട് ആയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഞാൻ വിജയിക്കും. അപ്പം കോമയില്ല. ഐ വിൽ ഗീവ് യു മണി പ്രൊവൈഡഡ് യു ഡു മൈ വർക്ക്. അപ്പം നമുക്ക് അവിടെ ലഭ്യമാണ്. യു ക്യാൻ സ്റ്റേ വിത്ത് മീ പ്രൊവൈഡഡ്. അപ്പം നിനക്ക് എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ സൗകര്യമുണ്ട്, പക്ഷെ നീ എന്നോട് നന്നായിട്ട് വേണം പെരുമാറാൻ. ഐ ഷാൽ ബി സെലക്റ്റഡ് ഫോർ ഒളിമ്പിക്സ് പ്രൊവൈഡഡ്. അപ്പം നിന്നെ ഒളിമ്പിക്സിൽ സെലക്ട് ചെയ്തതായി അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇതിന് വിജയിച്ചേ പറ്റൂ. അപ്പോൾ ഐ വിൽ ഗീവ് യു മണി പ്രൊവൈഡഡ്. നിനക്ക് ഞാൻ കാശ് തരാം, അത് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. യു ഡു മൈ വർക്ക്, നീ എൻ്റെ പണി ചെയ്യുക. അപ്പോൾ ഇത് പ്രൊവൈഡറിൻ്റെ അർത്ഥം നമ്മൾ ഒന്ന് ലഭ്യമാണ്, അല്ലെങ്കിൽ തരാം, ഞാൻ കാശ് തരാം എന്നൊക്കെ പറഞ്ഞാൽ മണി പ്രൊവൈഡഡ്. ഐ വിൽ ഗീവ് യു മണി പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തരാം, അല്ലെങ്കിൽ അത് ലഭ്യത ഉണ്ടാക്കാം എന്ന് പറയുന്നതാണ് പ്രൊവൈഡഡ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് അത്രയും ഉള്ളൂ. ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടർന്ന് വരുന്ന ഒരു ചെറിയൊരു കാര്യമാണ്. അപ്പോൾ ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷണൽ ആയിട്ടുള്ളൊരു സെൻറ്റൻസിൽ അത് ഭാവിയിലേക്ക് പറയുവാണെങ്കിൽ, ഫ്യൂച്ചർ ടെൻസിൽ പറയുക, ഫ്യൂച്ചറിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിനെ ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് പറയും. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പറയുക, അല്ലെങ്കിൽ അതൊരു കണ്ടീഷൻ വെച്ചോ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹീ ഷുഡ് ഹാവ് ഹിസ് കാർ ഇൻഷുർഡ് ഇഫ് ഹീ ഈസ് ടു സ്റ്റാർട്ട് എ റോഡ് ട്രിപ്പ്. അവൻ റോഡ് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കാറ് ഇൻഷുർഡ് ആയിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ 2 കാര്യം, ഇൻഷുർഡ് ആയിരിക്കണം എന്നുള്ളതും ഒരു ഫ്യൂച്ചറിൽ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ റോഡ് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതും ഫ്യൂച്ചറിൽ ചെയ്യുന്നതാണ്. അപ്പോൾ 2 കാര്യങ്ങളും സബോർഡിനേറ്റ് ആൻഡ് മെയിൻ ക്ലോസ് ഫ്യൂച്ചർ ടെൻസിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, ഒരു ലോട്ടറിയുടെ ഒരു എക്സാമ്പിൾ. അതും അതിന് ഇൻഫിനിറ്റീവ് ഫ്രേസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഇനി എക്സസൈസസ് നോക്കാം. എക്സസൈസസ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഈച്ച് വിത്ത് എ കണ്ടീഷണൽ ക്ലോസ്. എ ഡാഷ് പീപ്പിൾ വുഡ് ലൈക്ക് യു. അപ്പോൾ ഇവിടെ നമ്മൾ പീപ്പിൾ വുഡ് ലൈക്ക് യു എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ
നമ്മുടെ ഭാവനയിൽ എഴുതേണ്ട ഒരു കാര്യമാണ്. ഇപ്പം പീപ്പിൾ വുഡ് ലൈക്ക് യു, നിങ്ങളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഈഫ് വെച്ച് നമ്മൾ കണ്ടീഷണൽ ക്ലോസസ് ആയിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇഫ് യു ഹെൽപ്പ് ദ പുവർ അല്ലെങ്കിൽ ഇഫ് യു ഹെൽപ്പ് അതേഴ്സ് പീപ്പിൾ വുഡ് ലൈക്ക് യു എന്ന് പറയാം. രണ്ടാമത്തേത് ഡാഷ് യു വിൽ ഗെറ്റ് ഹയർ മാർക്സ് ഇഫ് യു സ്റ്റഡി വെൽ ഓർ ഇഫ് യു പ്രിപ്പയർ വെൽ ഓർ ഇഫ് യു വർക്ക് ഹാർഡ്. അങ്ങനെ എല്ലാം നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇഫ് അവിടെ വരുന്നുണ്ട്, കണ്ടീഷണൽ ആക്കിയാൽ മതി. ഡാഷ് ദ ഇൻസിഡന്റ് വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. I had imagined the incident would not have happened. Dash he will not. ഇതിപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എഴുതിയതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ആ സെൻറ്റൻസ് നിങ്ങളുടെ ഭാവനയിൽ ഇപ്പുറത്ത് ഇഫ് വെച്ച് എഴുതാം, അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് വെച്ച് എഴുതാൻ പറ്റും. ഡാഷ് പക്ഷെ നമ്മൾ എഴുതുമ്പോൾ മറ്റേ ആ ഫോർമാറ്റ് കറക്റ്റ് ആയിരിക്കണം. മറ്റേ 3 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു, അതിന് ഇന്ന ഫോർമാറ്റ് ഉണ്ട്. വിൽ ഹാവ്, വുഡ് ലൈക്ക്, വുഡ് വിൽ തുടങ്ങിയതിനെല്ലാം പല പല ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് മാത്രം മാറിപ്പോകരുത്. അപ്പോൾ ആ ഫോർമാറ്റ് പഠിക്കണമെന്ന് അർത്ഥം. കാരണം ഒരു വുഡ് വരുവാണെങ്കിൽ അത് ഫസ്റ്റ് ക്ലോസ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ആണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്തത് ഡാഷ് ഹി വിൽ നോട്ട് വിഡ്രോ ദ കേസ് അഗെയിൻസ്റ്റ് യു ഇഫ് യു ഡു നോട്ട് സേ സോറി, അല്ലെങ്കിൽ ഇഫ് യു ഡു നോട്ട് പേ ദ മണി he will not withdraw the case against you, അല്ലെങ്കിൽ if you don't go for compromise he will not withdraw the case against you. അടുത്തത് if വന്നാൽ മതി, ഇത്ര ഓർത്താ, if അല്ലെങ്കിൽ until. അടുത്തത് dash and you will grow stronger muscles if you work hard, അല്ല if you work out എന്ന് പറഞ്ഞാൽ വർക്കൗട്ട്, ജിമ്മിൽ പോയി അങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരില്ല, എക്സസൈസ് ചെയ്യുന്നവർ. if you work out and you will grow stronger muscles. അല്ലെങ്കിൽ അൺലെസ് കൂട്ടി പറയുവാണെങ്കിലോ, അൺലെസ് യു മെയിൻറ്റെയിൻ എ പ്രോപ്പർ ഡയറ്റ് ആൻഡ് യു വിൽ ഗ്രോ സ്ട്രോങ്ങർ മസിൽസ്. ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്തില്ലെങ്കിൽ നിനക്ക് നല്ല രീതിയിൽ മസിലൊന്നും ഉണ്ടാകത്തില്ല എന്ന് വേണേലും പറയാം. അടുത്തത് നമുക്ക് റീറൈറ്റ് ചെയ്യാനാണ്, അൺലെസ് വെച്ച് റീറൈറ്റ് ചെയ്യാൻ. ഹി വിൽ വിഡ്രോ ദ കേസ് പ്രൊവൈഡഡ് യു പേ കോമ്പൻസേഷൻ. അത് അൺലെസ് വെച്ച് എഴുതുമ്പോൾ എന്താണ്, ഹി വിൽ നോട്ട് എന്ന് കൊടുക്കണം. കാരണം ആ എൻറ്റയർ സെൻറ്റൻസ് തന്നെ നെഗറ്റീവായി മാറുകയാണ്. ഹി വിൽ നോട്ട് വിഡ്രോ ദ കേസ് അൺലെസ് യു പേ കോമ്പൻസേഷൻ. എന്നിട്ട് നമ്മൾ വായിച്ച് നോക്കണം അതിനൊരർത്ഥം കറക്റ്റ് ആണോ എന്നർത്ഥം. ഹി വിൽ വിഡ്രോ ദ കേസ് പ്രൊവൈഡഡ് യു പേ കോമ്പൻസേഷൻ എന്നുള്ള വാക്ക്, ഇത് സെൻറ്റൻസ് നമ്മൾ അൺലെസ് ആക്കുമ്പോൾ എല്ലാം നെഗറ്റീവ് ആകും. അപ്പോൾ അവിടെ ഹി വിൽ നോട്ട് എന്ന് പറയുന്നത് വന്നിരിക്കണം. നീ കോമ്പൻസേഷൻ കൊടുക്കാത്ത പക്ഷം കൊടുക്കുന്നത് വരെ അവൻ ആ കേസ് ഒരിക്കലും വിഡ്രോ ചെയ്യത്തില്ല എന്ന് വരും. അടുത്തത് ഇഫ് യു ബിഹേവ് യുവർ സെൽഫ് അതേഴ്സ് വിൽ റെസ്പെക്ട് യു. അത് 2 ടൈപ്പ് കണ്ടീഷൻ 2 വെച്ച് റീറൈറ്റ് ചെയ്യുക. ഇഫ് യു ബിഹേവ് യുവർ സെൽഫ് അതേഴ്സ് വുഡ് റെസ്പെക്ട് യു. അപ്പം വുഡ് വന്നു, അവിടെ ബിഹേവ്ഡ് പാസ്റ്റ് ടെൻസ് വന്നു. അപ്പോൾ അത് ആ ഒരു ഫോർമാറ്റ് വെച്ച് നിങ്ങൾ പഠിക്കുക. സി ഇഫ് യു ഡു നോട്ട് വാട്ടർ ദ പ്ലാന്റ്സ് ദേ വിൽ ഡ്രൈ അപ്പ്. റീറൈറ്റ് വിത്ത് അൺലെസ് യു വാട്ടർ ദ പ്ലാന്റ്സ്. അപ്പം നിങ്ങൾ ഓർക്കുക, അൺലെസ് വരുമ്പോൾ നമ്മൾ അവിടെ ഇപ്പം നെഗറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ അൺലെസ് ആക്കണമെങ്കിൽ അത് പോസിറ്റീവായി മാറും. ഇഫ് യു ഡു നോട്ട് വാട്ടർ ദ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അൺലെസ് ചേർക്കുമ്പോൾ അത് പോസിറ്റീവായി. അൺലെസ് യു വാട്ടർ ദി പ്ലാന്റ്സ്, ആ ഡു നോട്ട് മാറ്റിക്കളയുക. ദേ വിൽ ഡ്രൈ അപ്പ്, അങ്ങനെ അങ്ങ് കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് അങ്ങ് എഴുതിയാൽ മതി അൺലെസ്സിൽ. അതാണ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്.